കുറിച്ച് വലിയൊരു ആരോപണം ഉന്നയിച്ച ആളാണല്ലോ ഹനാൻ. വലിയതല്ല, വളരെ വലിയ ഒരു ആരോപണമാണ്. അതിപ്പം എന്തുവാകട്ടെ, സത്യമാണേലും കള്ളമാണേലും അത് എന്റെ പേഴ്സണൽ കാര്യമാണ്. മനസ്സിലായോ? സത്യമാണേലും കള്ളമാണെങ്കിലും അതെന്റെ പേഴ്സണൽ കാര്യമാണെന്നുള്ളത് താങ്കളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം പുറത്ത് പറഞ്ഞിട്ടും കൺമുന്നിൽ കിട്ടിയിട്ടും മുഖമടിച്ചൊന്ന് തിരിക്കാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞില്ല അല്ലേ? കള്ളക്കേസിൽ അതുലിനെ കുടുക്കിയ ആ ഒരു ആർജവമൊന്നും തൊട്ടടുത്ത് കിട്ടിയിട്ടും ഹനാനെ എടുത്ത് നിങ്ങൾ കാണിച്ചില്ലല്ലോ. ഇതാണ് ജനങ്ങൾ പറയുന്നത്. ഹനാൻ പറയുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടോ എന്ന് സംശയം ഊട്ടി ഉറപ്പിക്കപ്പെടുന്നു എന്നുള്ളത്. ഹനൻ അന്ന് കൃത്യമായി പറഞ്ഞതാണ്, ഏതോ ഒരു പയ്യനുമായിട്ട് ഒരു അവിഹിതം ഉണ്ടായി, അതില് ഗർഭമുണ്ടായി, അത് അലസിപ്പിക്കാൻ ഒരു സ്ഥലത്ത് പോയി ആശുപത്രിയുടെ പേരടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളതാ. നമ്മളതൊക്കെ മ്യൂട്ടാക്കിയിട്ടാണ് പുറത്തു വിട്ടത്. അപ്പോ ഹനാൻ പറയുന്ന വാക്കുകളിൽ സത്യമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഹനാന് മറുപടി ഒന്നും കൊടുത്തില്ല. ഹനാന് നേരിട്ട് മുന്നിൽ കിട്ടിയിട്ട് പോലും ചോദിക്കുക പോലും ചെയ്തില്ല, തല താഴ്ത്തി നടന്നു പറയുന്നേ. ഒന്ന് കാണാട്ടാ, ഇതിന്റെ മോന്ത കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് നുണയാണോ സത്യമാണോ പറയുന്നുള്ളത്. നുണയാണോ സത്യമാണോ എന്ന് കണ്ടോക്കി. അത് എന്റെ പേഴ്സണൽ കാര്യമാണ്. മനസ്സിലായോ? ഒന്നും അറിയാതെ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കേട്ടിട്ട് ആവശ്യമില്ലാതെ വൃത്തികേടല്ല വിളിച്ച് പറയേണ്ടതും ഫോൺ വിളിച്ച് പറയേണ്ടത്. എന്തുവാകട്ടെ, ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നതാണ് എല്ലാ കാര്യത്തിലും. ഞാൻ ഇന്ന് കണ്ട് പുള്ളിക്കാരെ കണ്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല, എന്നോട് മൈൻഡ് ചെയ്തില്ല. അതിന്റെ ആവശ്യമില്ല. ഒരുമിച്ചിട്ട് അത്ര താമസിച്ചിരുന്നത്, ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ആളുകളാ. എവിടെ നിന്നോ എന്തെങ്കിലും കേട്ടിട്ട് വല്ലവരോടും പറയാം. അപ്പൊ എവിടെ നിന്നോ കേൾക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ? എവിടെ നിന്നോ എന്തോ കേട്ടിട്ട് എന്നാ പറയുന്നത്. ഹനൻ അങ്ങനല്ല പറയുന്നത്. ഹനാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നതാണെന്നും വ്യക്തമായ കാര്യങ്ങൾ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ആ ശബ്ദ സന്ദേശം കേൾപ്പിക്കണ്ടല്ലോ വെച്ചിട്ടാണ് ഒഴിവാക്കി വിടുന്നത്. അപ്പൊ നേരിട്ട് കണ്ടിട്ട് മിണ്ടിയില്ല കേട്ടോ. അതിനി സത്യമാണെങ്കിലും അല്ലെങ്കിലും അതെന്റെ പേഴ്സണൽ കാര്യമാണെന്നുള്ളത്. ഇനി പേഴ്സണലായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ പബ്ലിക്കിന് വിട്ടുകൊടുക്കാത്തത്? നിങ്ങൾ ആ ചങ്ങാതി മരിച്ച പിറ്റേ ദിവസം തുടങ്ങിയതാണ് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു വിടുന്നത്. രണ്ടാം കെട്ടാണെന്നുള്ള കാര്യം മറച്ചു വെക്കുന്നു, അത് തിരിച്ചു മറച്ചിടുന്നു. അവസാനം കുത്തിപ്പൊക്കിയപ്പോ രണ്ടാം കെട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്താ എന്ന് പറയുന്നു. ഇവിടെ ഇപ്പൊ ഹനാൻ പറഞ്ഞ വാക്കുകള് അച്ചട്ടായില്ലേ? അമ്മേ, എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തിയാമ്പും വില്ലും. നമ്മളൊരു സുഹൃത്തായിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് നിന്ന് സന്തോഷമായിട്ട് തിരിച്ചു പോയിട്ട് നമ്മളെ പറ്റി നെഗറ്റീവ്. നമ്മളെ വീട്ടിൽ വന്ന് നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ സന്തോഷമായിട്ട് പിരിഞ്ഞിട്ട് നെഗറ്റീവ് പറഞ്ഞു. അങ്ങനെ ഒരാൾ നെഗറ്റീവ് പറയോ? നമ്മളെ വീട്ടിലൊക്കെ വന്ന് താമസിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കൂടെയൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരാള് ഒരു നുണ പബ്ലിക്കിന് ഇട്ട് കൊടുക്കുവോ? ഒരു നുണ നിങ്ങളത് നാളെ അറിയുമെന്ന് ഉറപ്പാണല്ലോ. അങ്ങനെയെങ്കിൽ ഹനാൻ പറഞ്ഞ വാക്കുകൾ സത്യസന്ധമാണ് എന്ന് ഞങ്ങൾക്ക് അങ്ങോട്ട് ഉറപ്പിക്കേണ്ടി വരും കേട്ടോ. നിങ്ങൾ ഒരു കാര്യമില്ലാതെ ആ ചെക്കനെതിരെ കേസ് കൊടുത്തതാ. ആരാ? അതുലിനെതിരെ. എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, വീട്ടുകാരെ കുറിച്ച് അത് പറയുന്നു ഇത് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ കിച്ചു തന്നെ വീട്ടുകാരെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പുറത്ത് വിട്ടല്ലോ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി, അതിന് മുന്നേ തന്നെ മനസ്സിലായതാണ് കേട്ടോ. അപ്പൊ ഹനാൻ നിങ്ങളിത് അറിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പുറത്തു വിട്ടൊരു കാര്യമല്ല, കൃത്യമായി പുറത്തു വിട്ടൊരു കാര്യമാണ്. നേരിട്ടിട്ട് കണ്ടിട്ട് അത് എന്താണെന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് ധൈര്യം തോന്നിയില്ല എങ്കിൽ അതിന്റെ കൃത്യമായ തെളിവുകൾ അവരുടെ കൈകളിൽ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തു വിടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷഫീന ബേബി. എന്റെ പൊന്നു രണസന, പഠിച്ച കള്ളിയാണെന്നാണ് കമന്റ് ബോക്സിൽ കിടക്കുന്നത്. പഠിച്ച കള്ളിയാണെന്നുള്ളത്. പക്ഷെ എത്ര കള്ളത്തരം പറഞ്ഞാലും ആ മോന്തായം ഉണ്ടല്ലോ, ആ മോന്തായം ആ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ലൈവ് ഇട്ടിരുന്നല്ലോ, ചുണ്ട് കടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അവസാനം ആ ലൈവിനെ പോലും ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഞാൻ എന്റെ ചുണ്ട് പൊട്ടിയത് കാണിച്ചു തന്നതല്ലേ എന്നാ പറഞ്ഞത്. പക്ഷെ ലൈവിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് കുറെ ലൈവ് കിടക്കുന്നുണ്ട്. അത് ഓർത്താ നല്ലത്. അപ്പൊ അവിഹിതവും ഗർഭ അലസിപ്പിക്കലും ഒക്കെ ഏകദേശം അങ്ങ് ഉറപ്പിക്കാം അല്ലേ? അതും വെറും നെഗറ്റീവ്. എന്തുവാകട്ടെ, അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇനിയും പറയാണ്, അത് സത്യമാണേലും കള്ളമാണേലും അത് എന്റെ പേഴ്സണൽ കാര്യം. അത് സത്യമാണെങ്കിലും കള്ളമാണെങ്കിലും അതെന്റെ പേഴ്സണൽ കാര്യം. ഇങ്ങനെയൊന്നല്ലല്ലോ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ളത്. അതല്ല, അത് ഞങ്ങൾക്ക് ഉണ്ടായ മറ്റൊരു കൊഞ്ഞാണ്, അതാണ് അബോർഷൻ ആയതെന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ഇപ്പൊ അതൊന്നും പറയാനില്ലേ? നമ്മളെ കുറിച്ച് അപവാദം പറഞ്ഞ ഏതെങ്കിലും വ്യക്തി നമ്മൾ വെറുതെ വിടുവോ? ഇല്ലല്ലോ. നമ്മുടെ കൺമുന്നിൽ അവരെത്തിയാൽ എന്താ ചെയ്യാ? രണ്ടെണ്ണം കൊടുത്തുന്നൊക്കെ വരും. ഹനാന്റെ മുന്നിൽ ഹനാനിന്റെ ടീമിൽ ഒരുമിച്ച് കളിച്ചിട്ട് ഒന്നും മിണ്ടാതെ പോന്നിരിക്കുന്നു. ഇതാണ് പറഞ്ഞത്, ഹനാന്റെ കയ്യിലുള്ള തെളിവുകൾ പുറത്തു വിടുന്നുള്ള പേടി രണസുനക്ക് ഉണ്ട് എന്നുള്ളത്. പല വിഷയത്തിലും ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ ഷഫീന ബി പുറത്തുവിട്ട ശബ്ദ സന്ദേശങ്ങളിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംശയമുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും പിന്നെ അതിനെക്കുറിച്ച് മിണ്ടൽ നിന്നു, ഗൾഫിലോട്ടുള്ള പോക്ക് നിന്നു. ഇപ്പൊ കുറെ കാര്യങ്ങൾ നിന്നിട്ടുണ്ട്. കിടക്കട്ടെ. മനസ്സിലായോ? അത് ഇങ്ങനെ വൃത്തികേടായിട്ട് പറഞ്ഞു നടക്കുന്ന ആളുടെ അടുത്ത് ഞാൻ ഒരിക്കലും എനിക്കത് മനസ്സുകൊണ്ട് ക്ഷമിക്കാൻ പറ്റത്തില്ല. ഞാൻ കണ്ടിട്ട് മിണ്ടിയില്ല. അത് മനസ്സുകൊണ്ട് ക്ഷമിക്കാൻ പറ്റുന്നില്ല.
മനസ്സുകൊണ്ട് ക്ഷമിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ അതുലിനെതിരെ കേസ് കൊടുത്തതല്ലേ. ഇത് മനസ്സുകൊണ്ട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും പറഞ്ഞ് അവരെന്തെങ്കിലും പുറത്തിട്ട് കഴിഞ്ഞാൽ വീണ്ടും നാണക്കേടണ്ടാച്ചിട്ടാവുമല്ലോ അല്ലെ. കാരണം ഷെഫീന ബീവി അവര് വിളിച്ച സമയത്ത് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഇനിയും പുറത്തു വരാനുണ്ട്. അതും കൂടി പുറത്തു വരുന്നുള്ള പേടിയാണ്. ഷെഫീന ബീവിയോട് ഇപ്പൊ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അവരിപ്പോ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, അവരെന്താ വെച്ചാൽ പറയട്ടെ എന്ന രീതിയിൽ മിണ്ടാണ്ടിരിക്കുകയാണ്. കുറെ കാര്യങ്ങൾക്ക് ഉത്തരമില്ല കേട്ടോ. അപ്പൊ കുറെ കാര്യത്തിൽ ഇപ്പൊ ഇവരുടെ മാനേജറുടെ വിഷയം അതൊക്കെ ഒന്നും പറയുന്നില്ല എന്നുള്ളതാ. ഇപ്പൊ 2 ദിവസമായിട്ട് ഇവരുടെ ലൈവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടക്കുന്നുണ്ട്, വലിയ ചർച്ചയാണെന്നുള്ളതാണ്. പലരും ലീക്കാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഡയലോഗ് അടിക്കുന്നത്. അത് കഴിഞ്ഞ് ഇന്ന് വീണ്ടും ഒരു ഉടുപ്പില്ലാതെ വീണ്ടും വെല്ലുവിളിച്ചിട്ടുണ്ടെന്ന് കണ്ടോ. നിനക്കൊക്കെ എന്തിന്റെ കേടാണ് മക്കളെ? നട്ടലില്ലാതായി പോയല്ലോ. ഒരു പെണ്ണിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അത് കണ്ട് ആസ്വദിച്ചിട്ട് അവൻ സ്ക്രീൻഷോട്ട് എടുത്ത് അവന്റെ പറയുന്നില്ല, അവൻ എടുത്ത് പുറത്ത് വിട്ടേക്കുന്നത്. നാണം കെട്ട നാറി. അയ്യോ, ആരാ ഈ പറയുന്നേ? ഞങ്ങളൊക്കെ അസലായിട്ട് കൂലിപ്പണി കഴിഞ്ഞ് ബാക്കി വരുന്ന സമയത്താ വീഡിയോ ചെയ്യുന്നത്. പണിയെടുത്ത് ബാക്കി സമയത്ത് നട്ടലിന്റെ കംപ്ലൈന്റ് ആർക്കാന്ന് ഞങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് എന്താണ് അതിൽ നിന്ന് ഞങ്ങൾക്ക് കാണാനുള്ളത്? ഒരു തേങ്ങയും കാണാനില്ല. മറ്റുള്ള ആളുകൾ അത് കുത്തിപ്പൊക്കുമ്പോൾ ഞങ്ങൾ അടുത്ത് റിയാക്ട് ചെയ്യും. സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോ അതുകൊണ്ട് എടുത്ത് റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നട്ടലിനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ നന്നായിട്ടൊന്ന് ചിന്തിക്കണം, നല്ലതാണ് കേട്ടോ. അങ്ങനെ നട്ടല് ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളിപ്പോ ഈ ഒരു ഊളത്തരം കാണിച്ചിട്ട് ഈ ഒരു കാണിക്കൽ കാണിച്ചിട്ടല്ല ജീവിക്കുക. നല്ല അന്തസ്സായിട്ട് നല്ല വല്ല മാന്യമായി ജോലി ചെയ്തിട്ടാണ് ജീവിക്കുക. ആ കുട്ടികളൊക്കെ വളർന്നു വരുന്നുണ്ടല്ലോ, ഭാവിയിൽ ചോദിക്കും. അപ്പൊ അറിയാം. കടിച്ചോട്ടെന്ന് രേണുസുതിയോട് ചോദിച്ചപ്പോ പിന്നെ കടിക്കാൻ പറയണോ? കടിച്ചോട്ടെന്ന് ചോദിച്ചാൽ കടിക്കല്ലേന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്റെ ചുണ്ട് വന്ന് കടിക്കാൻ ഞാൻ പറയണോ? വേറെ എന്തൊക്കെ കാണിക്കുന്നില്ല സബ്സ്ക്രിപ്ഷൻ? നീ വേറെ ആൾക്കാരൊക്കെ ഇതൊന്നും നീ എന്താണ് ഇടാത്ത, പുറത്ത് ലീക്ക് ചെയ്യാത്തത്? നിനക്കൊക്കെ പേടി. എടാ, രേണുസുതിക്ക് ഒന്നുമില്ല. രേണുസുതി അതിനകത്ത് ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറൊന്നും വന്ന് കടിച്ചിട്ടില്ലല്ലോ, വേറൊന്നും കടിച്ച് കാണിച്ചില്ലല്ലോ. അപ്പൊ വേറൊന്നും കടിച്ച് കാണിക്കേണ്ട കാര്യമില്ല ചാച്ചി. ഇനി കാണാനൊന്നുമില്ല. നാട്ടുകാർ മൊത്തം കാണേണ്ടതൊക്കെ കണ്ടു കഴിഞ്ഞ് സബ്സ്ക്രിപ്ഷൻ വഴി എന്തൊക്കെയാണ് പുറത്തുനിന്ന് നമ്മളെല്ലാവരും കണ്ടതാണെന്നുള്ളതാണ്. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഉളുപ്പ് മാനാഭിമാനം ഇത് രണ്ടും വിറ്റ് ജീവിക്കാന് നട്ടെല്ലില്ലാത്തവർക്കേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് നല്ല അസല് നട്ടല്ല. ഒരു കുഴപ്പമില്ല. നീയൊക്കെ ഇതിലപ്പുറം ചെയ്യുന്ന എനിക്കറിയാം. അതുകൊണ്ട് തന്നെ മാന്യമായിട്ട് തന്നെയാണ്, അതായത് നല്ല മര്യാദക്ക് തന്നെയാണ് ഞാൻ സബില് ചെയ്യുന്നത്. മനസ്സിലായോ? നീയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം ഇതിനകത്ത്. മനസ്സിലായോ മക്കളെ? നീ ഇട്ടാൽ എനിക്ക് കോപ്പാണ്. ഞാൻ ഇനിയും ലൈവ് ഇടും. മനസ്സിലായോ? എന്റെ സബ്സ്ക്രിപ്ഷൻ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ലൈവ് ഇടും. ചാച്ചി സബ്സ്ക്രിപ്ഷൻ അല്ല, സബ്സ്ക്രിപ്ഷൻ. തുപ്പലം തിറക്കിച്ചിട്ട് ഷോർട്ടാക്കിയാണെങ്കിൽ ഓക്കെ. എന്താണ് മാന്യമായിട്ട് കാണിച്ചിട്ടുള്ളത്? കാണിച്ചു തരാം. സൈഡിൽ കുറച്ച് മാന്യത എന്തൊക്കെയാന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്ന് കണ്ടു നോക്കട്ടെ നിങ്ങൾ. എങ്ങനെയുണ്ട്? അടിപൊളി മാന്യതല്ലേ? എന്താടാ, ഗൾഫിൽ ദുബായിൽ നിന്ന് വന്ന ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അടിപൊളി മാന്യമായിട്ട്. അതാണ് മാന്യത അല്ലെ. നട്ടല് ഇല്ലാത്ത ഞങ്ങൾക്കല്ല, നിങ്ങൾക്കാണ് കേട്ടോ. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ സബ്സ്ക്രിപ്ഷൻ ഞങ്ങൾ ആരും എടുത്തിട്ടില്ല. ഇത് അവിടെ നിന്ന് ആളുകൾ പുറത്തെടുത്തിട്ടായിരുന്നു, ഞങ്ങളെടുത്ത് റിയാക്ട് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക. എന്തായാലും ഒരു നാള് നിന്റെ വളർന്നു വരുന്ന മകനൊക്കെ ചോദിക്കും ഇതിന് മാന്യമായി ഈ ജോലിയെ കുറിച്ചിട്ടേ. പറ. സീക്രട്ട് ഏജന്റ് സിജോ ആണെങ്കിലും നമ്മളെ പറ്റി ഇടയ്ക്ക് നെഗറ്റീവ് ഒക്കെ ആയിട്ട് വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട് ഇല്ലേ? ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഞാൻ കണ്ടോണ്ട് ഓടി വന്ന് ഹായ് പറഞ്ഞു, സംസാരിച്ചു. ഇവര് വ്ളോഗ് ചെയ്യുന്നതാണ്. നെഗറ്റീവ് ഒന്നും അത്ര ഈ മറ്റവര് പറയുന്ന പോലത്തെ നെഗറ്റീവ് അല്ല. മനസ്സിലായോ? ഞങ്ങൾക്ക് നഗ്നമായ സത്യം തുറന്നു പറയേണ്ടി വരും. ചില ആളുകൾക്ക് താരാട്ട് പാടുന്നത് പോലെ പറയാനാവും താല്പര്യം. അതുകൊണ്ടാകാം നിങ്ങൾ നേരിട്ട് പോയിട്ട് ആ കൈ കൊടുത്തിട്ടുണ്ടാവുക. നമ്മൾ സത്യം സത്യമായിട്ട് അങ്ങ് വിളിച്ചു പറയും. ആരെയും ബാലൻസ് ചെയ്യാൻ പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ. അതാണ് ഡിഫറൻറ്റ്. നെഗറ്റീവ് അല്ല പറയുന്നത്. മറ്റേ അറിയാലോ, ഞാൻ അവരുടെ പേര് പറയുന്നില്ല. വെറും അപരാധമാണ് എന്നെ പറ്റി പറയുന്നത് അവര്, ആ സ്ത്രീ. പക്ഷെ അവരുടെ പേര് പറയത്തില്ല. അതുപോലൊന്നും സിജോ ഒന്നും പറഞ്ഞിട്ടില്ല. അപരാധം നിങ്ങൾ കാണിക്കുമ്പോൾ നമ്മളെടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ അത് അപരാധം തന്നെയായിട്ട് വരിക. അതത്രേ ഉള്ളൂ. സിജോ ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല പോലും. അവരെങ്ങനെ വെച്ചാൽ പറയട്ടെ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് കൃത്യമായിട്ട് ജനവികാരം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. കമന്റ് ബോക്സിലെ കമന്റ് വികാരം, ആ വികാരം കൂടി നമ്മൾ നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ താരാട്ട് പാടിത്തരാന്ന് നമുക്കറിയില്ലേ. നല്ലത് കാണുമ്പോൾ നല്ലത് തന്നെ പറയാറുള്ളൂ. ഇവിടെ ഊളത്തരവും അപരാധവും നിങ്ങൾ കാണിക്കുമ്പോൾ നമുക്കതേ പറയാൻ പറ്റൂ. സിജോയും പോട്ടെ, സീക്രട്ട് ഏജന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. സോറി, സീക്രട്ട് ഏജന്റ് സായിയുടെ അടുത്ത് എന്ന് സംസാരിച്ചു, വൈഫിന്റെ അടുത്ത് സംസാരിച്ചു. എനിക്ക് അവരോടൊന്നും പിണക്കമില്ല. അവരോടൊന്നും ഇനി പിണക്കം വെക്കണ്ട. കാരണം എന്താ വെച്ചാല് അവർക്ക് നല്ല രീതിയിൽ താരാട്ട് പാടിത്തരാൻ അറിയുന്നുണ്ടാവും. നമുക്കത് അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് കറക്റ്റ് പറയാ. പക്ഷെ അപരാധം കാണിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളൂ. പിന്നെ ഞാൻ ഇവരുടെ സബ് എടുത്തിട്ടില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിൽ മറ്റുള്ള ആളുകൾ റിയാക്ട് ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് അറിയാറ്.
എന്റെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, തുടക്കം ഞാനാവില്ല ചെയ്തിട്ടുണ്ടാവും, മറ്റുള്ള ആളുകളും ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഈ ഹനാൻ വിഷയം അത് ഇന്നലെ കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നിയത് കൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് ഇതാ കൃത്യത കിട്ടുന്നു അതിന്. ഹനാന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഭയം, കാരണം ഹനാൻ പലതും തുറന്നു പറയൂ എന്നുള്ളത്. ഇനി കഴിവില്ലായ്മയുടെ അങ്ങേയറ്റാണ് ഇവരെന്ന് അറിഞ്ഞിട്ട് പോലും എന്തിനാണ് ഇവർ ഈ പരിപാടിക്ക് വിളിക്കുന്നതെന്ന് ചോദിക്കാനുള്ളത്. ഒന്ന് കണ്ടൊക്കെ, ഒരു പാട്ടിനെ വലിച്ചു കീറുന്നുണ്ട്. ഓർക്കസ്ട്ര വായിക്കുന്ന ആളവിടെ നിന്ന് ഇറങ്ങിയോടി എന്നാണ് കേട്ടത് കേട്ടോ. എന്തൊക്കെയാടാ, എന്ത് ഊളത്തരാടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദിനം വീട്ടിൽ വേണം എന്ന് ആ പാട്ടിന്റെ വരിയിലുണ്ടല്ലോ അല്ലെ. ഞങ്ങൾക്ക് അതാ പറയാനുള്ളത്, ദിവസവും നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്നാൽ തന്നെ ഈ അപരാധം ഞങ്ങൾക്ക് കാണാതിരിക്കാലോ എന്നുള്ളതാണ്. ഇതാണ് കഴിവില്ലാത്തതിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കും. ഇതിനെ പല ആളുകളും പലയിടത്തേക്കും വിളിക്കും. ഇവരെ വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ സംഭവിച്ചിട്ടാണ്. സംഭവം എന്താ നമുക്ക് വ്യക്തമായിട്ട് അറിയാലോ. എനിക്ക് കഴിവില്ല എന്ന് മനസ്സിലാക്കിയിട്ടും ഒരു ഇതുമില്ലാതെ തൊലിക്കട്ടിയോട് കൂടി അത് ചെയ്യുമ്പോൾ 4 ആള് തെറി വിളിക്കാനെങ്കിലും വരുമല്ലോ എന്നുള്ള ഒരു ധൈര്യത്തിലാണ്, 4 ആള് തെറിയെങ്കിലും വിളിക്കാൻ വരുമല്ലോ എന്നുള്ള ഒരു ഇതിലാണ് ഇവരെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ഒരുപാട് ആളുകളുണ്ട് കഴിവുള്ള, ആരും തിരിഞ്ഞു നോക്കൂല. ഇങ്ങനെ കുറെ കൂതറകളെ വിളിച്ചാണ്ട് കൊണ്ടുവരും എന്നുള്ളതാണ്. ഈ ശാരിക മേഡം ഇവരുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് ഒക്കെ ഒന്ന് കാണും, എന്നിട്ട് ഡയലോഗ് അടിക്ക്. വെറുതെ ഫേമസ് ആവാൻ കഴിയും എന്നുള്ള ഒരൊറ്റ വിശ്വാസം കൊണ്ടാണ് ഇവരെ പിന്നാലെ നടക്കുന്നത് നിങ്ങളെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അല്ലാതെ ഇവരോട് നിങ്ങൾക്ക് എന്ത് സ്നേഹം? ഒരു സ്നേഹവും ഇല്ല. നിങ്ങളുടെ പഴയ വീഡിയോ ഞാൻ കണ്ടതാ, നിങ്ങൾ രേണാസുനയെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഇന്നലത്തെ ഒരു സ്റ്റോറി തന്നെ കാണാം, ഭയങ്കര തെറിയൊക്കെ വിളിച്ചിട്ടാണ് സ്റ്റോറി ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെ അഭിപ്രായം പറയാം. ഈ ഹനാൻ എന്ന് പറയുന്ന വ്യക്തി ഇത്രമാത്രം വലിയൊരു കാര്യം പറഞ്ഞിട്ട് മുഖത്ത് നോക്കിയത് ചോദിക്കാൻ പോലും തന്റെ ഇടം കാണിക്കാത്ത ഈ രണസുന എന്തൊക്കെ ഒളിച്ചു കളിക്കുന്നു തോന്നുന്നില്ലേ? എനിക്കത് തന്നെ തോന്നുന്നത്. നിങ്ങൾ കമന്റ് ചെയ്യും. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഡപ്പോൾ സൈനിങ് ഓഫ്.